യെസ്, മുഖ്യമന്ത്രി കാര്യത്തിൽ കോൺഗ്രസിലെ ചർച്ച അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഡൽഹിയിൽ മുൻ KPCC അധ്യക്ഷന്മാർ ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നിലവിലെ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരും അവിടെ ഉണ്ട്. എല്ലാവരെയും വെവ്വേറെ ഒറ്റയ്ക്ക് കണ്ട അഭിപ്രായങ്ങൾ തേടിയതിനു ശേഷം ഇന്ന് രാത്രിയോടുകൂടി പ്രഖ്യാപനമുണ്ടാകുമെന്ന സൂചനകൾ ലഭിക്കുകയാണ്. മുഹമ്മദ് അസ്ലം കോഴിക്കോട്ടും ചേരുന്നുണ്ട്. അസ്ലം, അല്പസമയം മുമ്പ് MM ഹസൻ ഡൽഹിയിൽ വെച്ച് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുന്നത് പൂർണ്ണമായും കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്, ഉത്തരവാദിത്തമാണ്. അതിനകത്ത് ഘടകകക്ഷികൾക്കൊരു റോളുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അഭിപ്രായം ചോദിക്കുമായിരിക്കും, അപ്പോൾ അഭിപ്രായം പറയുക, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പാർലമെന്ററി പാർട്ടി ലീഡറെ നിശ്ചയിക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്തം കോൺഗ്രസിൽ മാത്രമാണ് എന്നുള്ളതാണ് MM ഹസന്റെ ഒരു പ്രതികരണമായി വന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യങ്ങൾക്ക് പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. ലീഗിനെ സെറ്റിൽ ചെയ്യാൻ ലീഗിനെ ഇപ്പോഴും അനുനയിപ്പിക്കാൻ കഴിയുന്നില്ല. ലീഗ് ജനവികാരത്തിനൊപ്പം തന്നെ നിൽക്കുന്നു എന്ന് വെച്ചാൽ MLA-മാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ജനവികാരം അത്രയും ആളിക്കത്തുന്നുണ്ട്. അത് തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും ലീഗ് ഉള്ളത്? MM ഹസന്റെ ഈ പ്രതികരണത്തെയും ഇപ്പോഴത്തെ ലീഗ് സ്റ്റാൻഡിനെയും കൂടി എങ്ങനെ കൂട്ടി വായിക്കേണ്ടതുണ്ട്? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുന്നത് അല്ലെങ്കിൽ തീരുമാനമാകാത്തതിൽ തടസ്സമായി നിൽക്കുന്നത് ലീഗിന്റെ കടുത്ത നിലപാടെന്നുള്ള ഒരു പൊതുവായൊരു വിലയിരുത്തലുണ്ട്. അതിൽ പലതരത്തിൽ ഇതിനെ വായിക്കുന്നവരുണ്ട്. കോൺഗ്രസിൽ തന്നെ ഒരുപക്ഷെ ആ നിലപാടിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പോലും പറയുന്ന കാര്യം ലീഗാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത്, ലീഗാണ് പ്രശ്നക്കാർ എന്ന രീതിയിൽ വരുന്നത് ശരിയല്ല എന്ന് ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല അതേസമയം തന്നെ മറുവിഭാഗം ലീഗാണ് VD സതീശനെ പിന്തുണയ്ക്കുന്നത്, അത് ശരിയായ രീതിയല്ല, ലീഗിന്റെ മുഖ്യമന്ത്രിയായി മാറുമെന്നുള്ള രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് MM ഹസന്റെ പ്രതികരണം വരുന്നത്. അതിനോട് മുസ്ലിം ലീഗ് നേതാക്കളൊന്നും നേരിട്ടിപ്പോൾ പ്രതികരിച്ചിട്ടില്ല. കാരണം ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്നുമല്ല, അദ്ദേഹം അഭിപ്രായം പറയേണ്ടത് പറയും, പക്ഷേ ഘടകകക്ഷികൾക്ക് അതിൽ റോളില്ല, അതിൽ പങ്കില്ല. അത് തീർച്ചയായും പാർലമെന്ററി പാർട്ടിയെ തീരുമാനിക്കുക എന്നർത്ഥത്തിൽ അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. അഭിപ്രായം ചോദിക്കുമ്പോൾ അവർ പറയുന്നതിനപ്പുറത്തേക്ക് അവർക്ക് റോളില്ല എന്ന് പറഞ്ഞതിനെ രണ്ട് രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഒന്ന്, ഈ മുസ്ലിം ലീഗിന് അമിതമായി ഉണ്ടാകുന്ന ഒരു പ്രാധാന്യത്തെ ഒരു കോൺഗ്രസ് നേതാവ് എന്ന തരത്തിൽ അദ്ദേഹം തള്ളിക്കളയുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലീഗിന്റെ പേര് അനാവശ്യമായി ഉയർന്നു വരുന്നതിലൂടെ ഉണ്ടാകുന്ന വേറെ തരത്തിലുള്ള ഒരു ധ്രുവീകരണത്തെയോ അല്ലെങ്കിൽ അത്തരം ഒരു തെറ്റായ പ്രതിച്ഛായയെ മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞതാകും എന്നും വിലയിരുത്തുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ടൊരു പ്രതികരണത്തിലേക്ക് ഒരുപക്ഷെ ഇതുവരെയും മുസ്ലിം ലീഗ് നേതാക്കൾ പോയിട്ടില്ല. ഒരുപക്ഷെ മാധ്യമങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ ചോദ്യങ്ങൾ ഉയർന്നു വരും, ആ രീതിയിൽ അവർ പ്രതികരിച്ചേക്കാം. പക്ഷേ സാങ്കേതികമായി അദ്ദേഹം പറഞ്ഞത് ശരിയുമാണ്. കാരണം ഇതിൽ ഘടകകക്ഷികൾ എന്ന അർത്ഥത്തിൽ പൊതുവെ UDF-ന്റെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുന്നതിൽ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾക്ക് ഒരു സേ ഉണ്ട്. ആ അർത്ഥത്തിൽ ചോദിക്കുകയും അത് വീണ്ടും ആശയവിനിമയം നടത്തുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വഴിക്ക് നിൽക്കുന്നു. അതേസമയം തന്നെ തീരുമാനമെടുക്കുന്നത് റോളുണ്ടെന്ന് വെച്ചാൽ അത് സാങ്കേതികമായ റോൾ ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ MLA-മാരുടെ അഭിപ്രായം അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ MM ഹസൻ പറഞ്ഞതിൽ സാങ്കേതികമായി ശരി അല്ലെങ്കിൽ തെറ്റില്ല എന്ന് പറയാം. അതേസമയം തന്നെ ഇപ്പോൾ ലീഗിന്റെ നിലപാടിന് അല്ലെങ്കിൽ ലീഗിന്റെ ഒരു റോൾ ലീഗ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന റോളിനെ കുറച്ച് കാണിക്കുന്നതായി തന്നെ വിലയിരുത്തപ്പെടുന്നു. എന്തായാലും ലീഗ് നേതാക്കൾ ഏത് രീതിയിലും പ്രതികരിക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലീഗിനെ സംബന്ധിച്ചോളം ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് ആരായാലും ഇത് വൈകുന്നതിനെയാണ് ഇന്നലെ കാര്യമായി വിമർശിച്ചത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ. കാരണം മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാനാകാതെ നേതാക്കളും MLA-മാരും ഇപ്പോഴും ഉഴലുകയാണ് പൊതുവിലെ എന്ന് വെച്ചാൽ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ നീണ്ടുപോകുന്നതിനുള്ള എതിർപ്പ് ഇന്നലെ അതിൻ്റെ ഒരു ചെറിയൊരു പ്രതിഫലനം മാത്രമാണ് നമ്മൾ ഹമീദ് മാസ്റ്ററിലൂടെ കണ്ടത്.